ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള ഒരു പൊതുശീർഷകത്തിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് കണ്ടുവരുന്നൊരു പരമ്പരയാണല്ലോ ഇത്. അതിൻ്റെ 67ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ദൈവരാജ്യം എന്നുള്ള ഒരാശയം എന്തുമാത്രം മർമ്മപ്രധാനമാണ്, നമ്മളുടെ ക്രൈസ്തവ വിശ്വാസം, വചന വെളിപ്പെടുത്തൽ, ഈശോയെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം, സഭാ ശുശ്രൂഷ എല്ലാമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലം നരകരാജ്യം കയറി കിടക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഈ നരകരാജ്യം മാറി ദൈവരാജ്യം കടന്നു വരാനായിട്ട് നമ്മൾ സഭയിലേക്ക്, വചനത്തിലേക്ക്, ഈശ്വര ശുശ്രൂഷയിലേക്ക് കടന്നു വരണം എന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ആ നരകരാജ്യത്തിൻ്റെ സാന്നിധ്യ സ്വാധീനങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത്? പൊതുവായ മേഖലകൾ നമ്മൾ മുൻ സെഷനുകളിൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ, സാധാരണ പ്രവർത്തനങ്ങൾ, അസാധാരണ പ്രവർത്തനങ്ങൾ 6 അതിൻ്റെ പല മേഖലയൊക്കെ അങ്ങനെ എണ്ണി പറഞ്ഞ് കണ്ടിരുന്നു. അത് ഇപ്പോൾ നമ്മൾ കാണുന്ന കുറച്ചുകൂടെ ആഴപ്പെട്ട് അടിസ്ഥാനപരമായിട്ടുള്ള 4 മേഖലകൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നതും നമ്മുടെ അനുഭവത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതും നമ്മളൊന്ന് കണ്ട് ചില അടിത്തറ കെട്ടിക്കയറി വരാൻ നോക്കുകയാണ്. സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 399 ഖണ്ഡിക, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 399 ഖണ്ഡികയിൽ ഈ പിശാചിൻ്റെ അടിമത്തത്തിന് മനുഷ്യൻ ആവുക വഴിയായിട്ട് വന്നുപോയ അപചയങ്ങൾ 4 തലങ്ങളിലാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും. അതിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ആദ്യത്തെ അനുസരണമില്ലായ്മയുടെ, ആദ്യത്തെ പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളെ വിശുദ്ധരഹിതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദത്തിനും ഹവ്വയ്ക്കും അവരുടെ ഉത്ഭവ വിശുദ്ധ കൃപാവരം തൽക്ഷണം നഷ്ടമാകുന്നു. ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ, ദൈവത്തിൻ്റെ മക്കൾ നിർഭവം കൊണ്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന കൃപാവരത്തിൻ്റെ വിശുദ്ധിയുടെ നിറവ് തൽക്ഷണം അവർക്ക് നഷ്ടമായിപ്പോയി. നഷ്ടമായി എന്ന് പറയുമ്പം അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് വന്നത്? ഒരുപാട് ഭവിഷ്യത്തുകൾ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അതിനകത്ത് കയറി വന്നു. ആ ഭവിഷ്യത്തുകളുടെ മേഖലകളെ 4 തിരിച്ച് ഈ 399 നമ്പർ ഖണ്ഡിക നമ്മുടെ മുമ്പിൽ പ്രബോധനമായിട്ട് തരുന്നുണ്ട്. അത് തുറന്ന് നമ്മൾ വായിക്കുകയാണ്. ഒന്നാമത്തെ ഈ ഒരു അപചയത്തിൻ്റെ മേഖല ദൈവവുമായുള്ള ബന്ധത്തിൽ വന്നുപോയ അപചയമാണ്. നമ്മൾ വായിക്കുകയാണ് ഇവിടെ: ദൈവത്തെ അവർ ഭയപ്പെടുന്നു, ദൈവത്തെപ്പറ്റി വികലമായൊരു ധാരണ, തൻ്റെ പ്രത്യേക അവകാശ അധികാരങ്ങളെ പ്രതി അസൂയാലുമായൊരു ദൈവത്തെക്കുറിച്ച് ധാരണ അവർ മനസ്സിൽ രൂപീകരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ഒരു അപചയം. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കിത് വലിയ ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് ചിലപ്പോൾ തോന്നിയല്ല. ദൈവത്തെക്കുറിച്ച് വികലമായ ധാരണയുണ്ടായി, അതുകൊണ്ട് ഇപ്പോൾ എന്താ? എന്നാലും നമ്മൾ ഇത്രയൊക്കെ അറിയുന്നുണ്ടല്ലോ, ദൈവത്തെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ടൊക്കെ ഉണ്ടല്ലോ, ഈശോയെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നമുക്ക് ചിന്തിക്കാമെങ്കിൽ പോലും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും അധികമായിട്ട് ദുരന്തം സാത്താൻ്റെ പാപത്തിന് നമ്മൾ അടിപ്പെടുക പ്രവർത്തിക്കുക നമ്മൾ വഴങ്ങുക വഴിയായിട്ട് ആദ്യ മാതാപിതാക്കൾ വഴി നമുക്കുണ്ടായ ഏറ്റവും വലിയ ദുരന്തം ദൈവത്തെക്കുറിച്ചൊരു വികലമായ ധാരണയാണ്. ഇതേക്കുറിച്ച് നമ്മൾ അല്പസമയം എടുത്തൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. നമ്മൾക്ക് ഈ 4 മേഖലയും സമയത്ത് കാണണം. ആ ഒരു ദുരന്തത്തിൻ്റെ ദുസ്വാധീനത്തെ ദൂരീകരിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഈശോ തൻ്റെ 3 വർഷത്തെ പരിശീലിത കാലത്ത് പിശാചിനെ പ്രവർത്തി നശിപ്പിക്കാൻ വന്ന ഈശോ ഏറ്റവും ഒന്നാമതായിട്ട് വ്യാപരിക്കുന്നത് പഠിപ്പിക്കാനാണ്, ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ്. കാരണം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ആ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് നമുക്കറിയാം, രോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്,
പിശാചുകളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈശോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാ ഇടയിലും എവിടെയെല്ലാം അവസരം കിട്ടി അവിടെയെല്ലാം ഈശോ പഠിപ്പിച്ചു. വീടുകൾ തോറും കയറി ഇറങ്ങി, അല്ലെങ്കിൽ സെനഗോഗുകളിൽ, ദേവാലയത്തിൽ, കടൽത്തീരത്ത്, മലമുകളിൽ ജനങ്ങളെ കാണുമ്പോൾ എല്ലാം അങ്ങനെ എല്ലാം ഈശോ പഠിപ്പിക്കുകയാണ്. അതുവഴിയായിട്ട് ഈശോ ചെയ്തത് എന്താണ്? അതാണ് യോഹന്നാൻ 17:3 നമ്മൾ കാണുന്നത്. ഏകസത്യദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച ഏകപുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിയുന്നില്ലാത്തതാണ് നിത്യനാശം. അറിയുന്നില്ല വികലമായ അറിവാണ്, തെറ്റായ അറിവാണ്. ആ തെറ്റായ അറിവുകൾ മാറ്റണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരുടെയും ജീവിതങ്ങളിൽ ദൈവത്തെക്കുറിച്ച് ഒരുപാട് വികലമായ ധാരണകളുണ്ട്. ഒരുപാട് വികലമായ ധാരണകൾ. അച്ഛനെ പറയുന്നത് കേൾക്കുമ്പോഴും നിങ്ങൾ അനേകർ വിചാരിക്കും, അച്ഛാ പക്ഷെ ദൈവത്തെ എനിക്കറിയാം, ഈശോയെ എനിക്കറിയാം, പിതാവിനെ എനിക്കറിയാം, ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നുണ്ട്, ഇത്ര നാളുകളായിട്ട് ദൈവത്തെ അറിയുന്നവരാണ് നമ്മളെല്ലാവരും, ഞാൻ അറിയുന്നുണ്ട് അച്ഛാ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ പോലും സ്നേഹമുള്ളവരെ ഞാൻ പറയും, നിങ്ങളൊരു 99% പേരും ഞാൻ ഉൾപ്പെടെ നമ്മൾ അറിയുന്നുവെന്ന് അവകാശപ്പെടുന്ന ആ പിതാവായ ദൈവം, അറിയുന്നുവെന്ന് ഞാൻ അവകാശപ്പെടുന്ന ആ ഈശോ യഥാർത്ഥത്തിൽ തിരുവചനം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് മുന്നിൽ വെളിപ്പെടുത്താന്നിരിക്കുന്ന ആ ദൈവം, ആ ഈശോ ആയിട്ട് ഒത്തിരി അന്തരമുണ്ട്. നമുക്ക് അത്ര ഒന്ന് മനസ്സിൽ കുറിച്ച് ശ്രദ്ധിച്ച് വെക്കുക. നമുക്കത് അതേപോലെ നിങ്ങൾ വിശ്വസിക്കേണ്ട ഇപ്പം, പക്ഷെ മുന്നോട്ട് വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും. ആ ഒരു അന്തരം കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പൈശാചിക പീഡനം ഇപ്പോഴും വരുന്നുണ്ട്. ദുഷ്ടൻ അവരെ തൊടുകയില്ല എന്നുള്ള ഒരു വചനവാഗ്ദാനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റാതെ നമ്മൾ പിന്നെയും ദുഷ്ടൻ്റെ ആക്രമണത്തിന് ഇരയാകുന്ന ഒരു ദയനീയമായ മുറിവേൽക്കപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ തുടരാൻ ഇടവരുന്നുണ്ട്. ശരിക്കും നമ്മൾ ദൈവമായിരിക്കുന്നവരെ അറിയാത്തത് കൊണ്ട്. അങ്ങനെ ദൈവമായിരിക്കുന്ന പോലെ ഈശോ ആയിരിക്കുന്നവർ അറിയാമെന്ന് പറയുമ്പം അവിടെ യഥാർത്ഥത്തിൽ സ്വർഗത്തിലായിരിക്കുന്ന പോലെ നമ്മളിപ്പോൾ അത് അറിയാൻ പറ്റിയല്ല. നമ്മൾക്ക് ശാരീരികമായ പരിമിതിയിലായിരിക്കുമ്പം. പക്ഷെ നമ്മുടെ ശാരീരികമായ പരിമിതികൾ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തെ എങ്ങനെ അറിയണമെന്നാണോ ശരീരം ധരിച്ച് നമ്മുടെ മധ്യ ജീവിച്ച രണ്ടാമത്തെ ആളായ ദൈവത്തിൻ്റെ പുത്രൻ നമ്മളെ പഠിപ്പിച്ചത്, അതുപോലും നമ്മൾ അറിയുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പം അതിൻ്റെ ഒരുപാട് ഭവിഷ്യത്തുകൾ നമ്മൾക്ക് ഉണ്ട്. അവിടെ ദൈവത്തെ നമ്മൾ അറിയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലൂക്കായുടെ സുവിശേഷത്തിലും 10-ാമത്തെ അധ്യായത്തിൽ ഈശോ ആത്മാവിൽ ആനന്ദിച്ച് പിതാവിനെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ ഈശോയുടെ വായിൽ നിന്ന് വരുന്നതായിട്ട് നമ്മൾ കാണുന്ന ഒരു കമൻ്റ് ഇതാണല്ലോ. 21-ാം വാക്യം മുതൽ 10-ാം അധ്യായം. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞ്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവെ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്നാൽ അങ്ങ് ഇപ്പോൾ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവ്, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം എന്ന് പറയാണ്. പിതാവ് എല്ലാ കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനാരെന്ന് പിതാവല്ലതാരും ഗ്രഹിക്കുന്നില്ല, പിതാവാരെന്ന് പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അവനുമല്ല മറ്റേ ഗ്രഹിക്കുന്നില്ല. പിതാവാരെന്ന് ആരും അറിയുന്നില്ല, പുത്രൻ ആരാണെന്നും അറിയുന്നില്ല. ഈശോ നമ്പരും അതാണ്. അത് കുറച്ചൊന്ന് അറിഞ്ഞു ഈ ആൾക്കാർ. 72 പേര് പോയി അവരുടെ ശുശ്രൂഷ പിശാചുക്കൾ പുറത്തിറങ്ങിയ അനുഭവം പങ്കുവെച്ചിട്ട് വരുമ്പോൾ അവരറിഞ്ഞു. ഈശോ അന്നേരം അത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക, പിതാവിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ ആരും അറിയുന്നില്ല എന്നാണ് ഈശോ പറയുന്നത്. അറിയുന്നുണ്ടെന്നല്ല പറയുന്നത്, ആരും തന്നെ അറിയുന്നില്ല. ആ പിതാവ് പുത്രൻ വെളിപ്പെടുത്തുന്നത് അറിഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാകുന്നവർ മാത്രം. അതെങ്ങനെയുള്ളവരാണ് അറിയുന്നത്? ശിശുക്കളെ പോലെ എളിമയുള്ളവരായി കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നവർ മാത്രമേ അറിയുന്നുള്ളൂ. ജ്ഞാനികൾ, ബുദ്ധിമാന്മാർ, അറിവുള്ളവർക്ക് അത് കിട്ടുന്നില്ല. അങ്ങനെ പറയുകയാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് വന്നു കയറിയിരിക്കുന്ന വികലമായൊരു ധാരണ, ഒരു അകാരണമായ ഒരു അകൽച്ച, ഭയം, ഇതാണ് ഒന്നാമത്തെ ഒരു അപജയത്തിൻ്റെ മേഖല. നമുക്കത് സമയമെടുത്ത് തന്നെ കാണണം. രണ്ടാമത്തെ ഒരു അപജയം ഈ നരകരാജ്യം വന്ന് കയറിയപ്പം മനുഷ്യവർഗത്തിന് മൊത്തം ഉണ്ടായത്. ഇവിടെ ഈ 400-ാമത്തെ നമ്പർ ഖണ്ഡികയിൽ സഭയുടെ മതപര ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. ഉത്ഭവനീതിയുടെ അവസ്ഥയിൽ ആദ്യ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന സന്തുലിതാവസ്ഥ നശിപ്പിക്കപ്പെട്ടു. ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിൻ്റെ മേലുണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലൊരു താളം തെറ്റിന് കടന്നു വന്നു. നമ്മൾ
തല തിരിഞ്ഞവരായി മാറിയെന്നാണ്. തല കീഴ്മേൽ മറിഞ്ഞു. നമ്മൾ പൗലോസപ്പോസ്തലനും മറ്റും പ്രസംഗിച്ച് പോകുമ്പോൾ അവരെക്കുറിച്ച് ആൾക്കാർ പറയുന്ന ഒരു കമൻറ്റ്, അസ്വസ്ഥതയോടെ, വെറുപ്പോടെ, മടുപ്പോടെ അവരെ നിന്ദിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും ഒക്കെ പറയുന്ന ഒരു കമൻറ്റ് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ലോകത്തെ കീഴ്മേൽ മറിച്ച ഈ ആൾക്കാരിതാ ഇവിടെയും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 17-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം. തെസ്സലോനിക്കയിൽ പൗലോസും മറ്റും പ്രസംഗിച്ച് ചെല്ലുമ്പം അവരെക്കുറിച്ച് ആക്ഷേപം പറയുന്ന ശത്രുക്കളായ വ്യക്തികൾ പറയുന്നത്, അവർ വിളിച്ചു പറയുകയാണ്, ലോകത്തെ തലകീഴും മറിച്ച ഈ മനുഷ്യർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു. അവർക്ക് ആതിഥ്യം നൽകി ഈ ജാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ജാസനെ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തെ തലകീഴ് മറിച്ചു എന്ന് പറയാൻ കാരണം എന്താ? ശരിക്കും ഇവർ പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ സുവിശേഷമാണ്. ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തലകീഴ് മറിഞ്ഞു ലോകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ശരിക്കും തലകീഴ് മറിഞ്ഞത്? ശരിക്കും ഇവർ പ്രസംഗിച്ചപ്പോഴല്ല, ഈശോ പഠിപ്പിച്ചപ്പോഴല്ല. ലോകം മനുഷ്യവർക്കം കീഴ്മേൽ മറിഞ്ഞു പോയത് ആദവും സാത്താന സ്വരം കേട്ട് ആദ്യം പാപം ചെയ്തപ്പോഴാണ്. അതുവരെയും ദൈവം സൃഷ്ടിച്ച ആദ്യ മാതാപിതാക്കൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ആത്മീയമായ കരുത്തിൽ നിറഞ്ഞ് ചുറ്റുമുള്ളവരെ ആത്മീയ സ്നേഹത്തിൻ്റെ കരുത്തോടെ ചേർത്ത് പിടിച്ച് പ്രവൃത്തിയുടെ മുഴുവൻ ഒന്ന് ചേർത്ത്, അങ്ങനെ അതാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ. തല മുകളിൽ എന്ന് വെച്ചാൽ ക്രമം ആയിരിക്കേണ്ട ക്രമം എന്താണ്? ആത്മാവിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടെ ദൈവത്തെ സ്നേഹിച്ച് സഹോദരനെ തന്നെ പോലെ സ്നേഹിച്ച് അത് അങ്ങനെ ജീവിച്ചിരുന്നു. അത് സാത്താൻ്റെ കയ്യിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, അടിമയായി കഴിഞ്ഞപ്പം കീഴ്മേലും മറിഞ്ഞു. എല്ലാറ്റും ഒന്നാമതായിട്ട് സ്വന്തം ജഡത്തെ, ലോകത്തിൻ്റെ മോഹങ്ങളെ, പഴം തിന്നാൻ കൊതി, അത് പറിച്ച് തിന്നുന്നു. അങ്ങനെ ജഡികാസക്തിയെ തൃപ്തിപ്പെടുത്തുന്നു. തന്നെപ്പറ്റി ജഡത്തിനും സ്ഥാനം കൊടുത്തു. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾക്കുപരി ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് മണ്ണിനെ അരൂപിയുടെ മുകളിലേക്ക് കയറ്റിവെച്ചു. അതാണ് കീഴ്മേൽ മറിഞ്ഞുപോയി. പിന്നെ മനുഷ്യൻ മുഴുവനും ഇങ്ങനെ അധപ്പതിച്ച അവസ്ഥയിലാണ്. സാത്താന നയിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ തള്ളിക്കളഞ്ഞ് സ്വന്തം ആത്മാവിനെ നശിപ്പിച്ച് ചവിട്ടി താഴെയിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ കീഴ്മേലും മറിഞ്ഞ് നടന്ന മനുഷ്യൻ അങ്ങനെ നടന്ന് നൂറ്റാണ്ട് കടന്നു പോയപ്പം ലോകം ചിന്തിക്കുന്നത് ഇതാണ് മനുഷ്യൻ യഥാർത്ഥ ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ്. വഴക്കടിച്ചും വാശി പിടിച്ചും കള്ളു കുടിച്ചും വൃത്തികേട് കാണിച്ചും ദുരാശ്രക്ക് അടിപ്പെട്ടും കലഹങ്ങളും യുദ്ധങ്ങളും എല്ലാമായിട്ട് ജീവിക്കും. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. ഇത് കീഴ്മേലും മറിഞ്ഞതാണെന്നുള്ള സാത്താൻ മറിച്ചതെന്നുള്ളത് ആൾക്ക് തിരിയുന്നില്ല. അതിനെ വീണ്ടും തിരിച്ചാക്കിയിട്ട് യുദ്ധത്തിന് വരുന്നവരെ സ്നേഹിച്ചും കൊല്ലാൻ വന്നവരോട് ക്ഷമിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഒറ്റിക്കൊടുക്കാനും വഞ്ചനയും കൊണ്ട് വന്ന യൂദാസിനെ സ്നേഹിത എന്ന് വിളിച്ചു ശത്രുവിനെ സ്നേഹിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരെ അനുഗ്രഹിച്ചും ഈശോ ദൈവരാജ്യം കാണിച്ച് ഇതാ മനുഷ്യൻ പീലാത്തോസ് പറഞ്ഞില്ലേ, ഇതാണ് മനുഷ്യൻ, ഇങ്ങനെയാണ് മനുഷ്യൻ നേരെ ആയിരിക്കേണ്ടത്. ഈശോയെ പോലെ സ്നേഹിച്ചും ക്ഷമിച്ചും എല്ലാവരും ചേർത്ത് പിടിച്ചും അങ്ങനെയുള്ള സുവിശേഷം കിട്ടി അപ്പസ്തലന്മാർ അത് പ്രസംഗിച്ചപ്പോഴത്തേക്ക് ആൾക്കാർ പറയുക ഇവർ കീഴ്മേൽ മറിക്കുകയാണ്. ശരിക്കും അങ്ങനെയല്ല, കീഴ്മേൽ സാത്താൻ മറിച്ചതിന് നേരെയാക്കിയതാണ്, നേരെയാക്കാൻ നോക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു കീഴ്മേൽ മറിഞ്ഞ അവസ്ഥ നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ ആന്തരികമായിട്ട് വന്നു പോയിട്ടുണ്ട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിലൊക്കെ 7-ാമത്തേതിലൊക്കെ പറയുന്നത്, നന്മ ആഗ്രഹിക്കാൻ പറ്റുന്നു, ആഗ്രഹിക്കുന്ന നന്മയെല്ലാം വെറുക്കുന്ന തിന്മയാണ് ചെയ്തു പോകുന്നത്, എനിക്ക് കഷ്ടം, ഞാൻ പാപത്തിന് അടിമയും വിൽക്കപ്പെട്ട ജഡികനാണെന്നൊക്കെ പറയുന്ന പോരാട്ടം, ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ പറ്റി പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോഴല്ലേ ഇതാ വരുന്നത്. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. അപ്പോൾ ഈ ഒരു മേഖല നമ്മളെല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഉള്ളിങ്ങനെ കലങ്ങി വല്ലാണ്ടായിരിക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ അവസ്ഥ, നമ്മുടെ ആത്മാവിൻ്റെ പ്രേരണകൾ ആഗ്രഹങ്ങൾക്കെതിരെ നമ്മുടെ തന്നെ ഇന്ദ്രിയങ്ങൾ അവയവങ്ങൾ പൊരുതുന്ന അവസ്ഥ, ഇതൊരു ആന്തരികമായ തകർച്ചയുടെ അവസ്ഥയാണ്. നമുക്ക് നമ്മോട് തന്നെ ലജ്ജ,
അപകർഷത, ചത്താലോ എന്നുള്ള ചിന്ത, പോയി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ, സ്വയം നിന്ന്, ഇങ്ങനെയൊക്കെ അപകർഷത. അതിൻ്റെയൊക്കെ സൂചനയാണ് ഈ ആദ്യ മാതാപിതാക്കൾ ഇങ്ങനെ എന്നതാ അത്തീര കൊണ്ട് ശരീരം മറച്ച് മരത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചു എന്നൊക്കെ പറയുമ്പം ദൈവത്തോടുള്ള അകർച്ചയുടെ അടയാളമാണ്. ദൈവത്തിൻ്റെ കാൽപ്പര്യമാറ്റം കേട്ടപ്പോൾ ഓടി ഒളിച്ചത്. ഉൽപ്പത്തി 3:8 വാക്യം. അതിന് ബാക്കി വായിക്കുമ്പോൾ തന്നോട് തന്നെ അവജ്ഞ കാണുകയാണ്. ഇത് രണ്ടാമത്തെ അപജയത്തിൻ്റെ മേഖല. ഇനി മൂന്നാമത്തെ അപജയത്തിൻ്റെ മേഖല ഈ 400-ാം ഖണ്ഡികയിൽ തന്നെ CCC പഠിപ്പിക്കുകയാണ്. സ്ത്രീ പുരുഷ ബന്ധം സംഘർഷാത്മകമായി ലൈംഗിക ദുരാശയും ആധിപത്യയുടെ ബന്ധങ്ങളിൽ പ്രത്യക്ഷമായി. സ്ത്രീ പുരുഷ ബന്ധം പ്രത്യേകിച്ച് മറ്റെല്ലാ ബന്ധങ്ങളിലും ദുരാശകളും ആധിപത്യ പ്രവണതയും പ്രത്യക്ഷമായി. ഇതര സൃഷ്ടികളുമായുള്ള പൊരുത്തം ശിഥിലമായി. ഇതര സൃഷ്ടികളെന്ന് പറയുമ്പം ഇതര മനുഷ്യവർഗം എന്നുള്ളത് ഇവിടെ ഇപ്പോൾ എടുക്കാം. മറ്റു സൃഷ്ടികളെ പറ്റി അടുത്ത മേഖലയെ പറയാൻ പോകുന്നതാണ്. അപ്പം മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ സംഘർഷം വന്ന് കയറുകയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, വെറുക്കുന്നു, വിധിക്കുന്നു. ആദവും കുറ്റപ്പെടുത്തുന്നു. ആദം എൻ്റെ മാംസത്തിൻ്റെ മാംസം, അസ്ഥിയുടെ അസ്ഥി എന്ന് പറഞ്ഞിരുന്ന ബന്ധം നീ എനിക്ക് തന്ന സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചിരിക്കുന്നു. അവൾ നോക്കാൻ പോലും ഇഷ്ടമില്ല. കായനും ആബേലും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ. കായൻ ആബേലിനെ അടിച്ചു കൊല്ലുന്നു. അങ്ങനെ അങ്ങോട്ട് പിന്നെ യുദ്ധങ്ങളും വഴക്കുകളും രക്തച്ചൊരിച്ചലുകളും ഭിന്നിപ്പുകളും എല്ലാമായിട്ട് മുന്നോട്ട് നമ്മൾ ആ ചരിത്രമാണ്. പിന്നെ നോഹിൻ്റെ കാലഘട്ടം, അവരോണിലെ ആ ഗോപുരത്തിൻ്റെ വിഷയങ്ങളെല്ലാം ഭിന്നിപ്പ്. പിന്നെ മുന്നോട്ട് ഒരു യാക്കോബിൻ്റെ മക്കൾക്കിടയിലുള്ള വഴക്കും വക്കാണങ്ങളും. പിന്നെ രാജ്യമുണ്ടായി കഴിയുമ്പോൾ ദാവീദ് മക്കൾ ഭിന്നിച്ച് അബ്സലോം അപ്പനെതിരെ, അപ്പൻ മകനെതിരെ, അങ്ങനെ അങ്ങോട്ടുള്ള ചരിത്രം മുഴുവൻ നമുക്ക് ഇന്ന് വരെ കാണുന്ന സകല ഭിന്നിപ്പുകളെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, സഭയ്ക്കുള്ളിൽ പോലുമുള്ള കൂട്ടായ്മയില്ലാത്ത അവസ്ഥ. ഇതിനെ ഒന്ന് മാറ്റിയെടുത്തു ഈശോ വന്ന് പഠിപ്പിച്ചപ്പം അത് മാറ്റിയെടുത്ത അവസ്ഥ ഉണ്ടായതാണ്. സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ വായിക്കുന്നത് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയം ഒരാത്മാവുമായിരുന്നു. എല്ലാം പങ്കുവെച്ചു. വസ്തുക്കൾ പോലും പങ്കുവെച്ചു. ആരും ഒന്നിനെക്കുറിച്ചും വഴക്കടിച്ചില്ല. എല്ലാവരും സന്തോഷമുണ്ടായി. എല്ലാവരും ഹൃദയ ലാളിത്യത്തോടും സന്തോഷത്തോടും കൂടെ അനുദിനം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. ഭവനം തോറും ഒരുമിച്ച് കൂടി അപ്പോസ്തലന്മാരുടെ പ്രബോധനം കേട്ടു, അനുസരിച്ച്, സ്നേഹിച്ച്. അതാണ് ആ ഒരു ഈ മേഖലയിലുണ്ടായ ഒരു തമ്പുരാൻ്റെ ദൈവരാജ്യ അനുഭവം വഴിയായുണ്ടായ സൗഖ്യത്തിൻ്റെ ഒരു നേർക്കാഴ്ച. ഇതാണ് മൂന്നാമത്തെ ഒരു തലം. ഈ നാലാമത്തെ തലം എന്ന് പറയുന്നത് ഈ 400-ാമത്തെ ഖണ്ഡിക തന്നെ സഭയുടെ മതപര ഗ്രന്ഥം നമ്മൾ വായിക്കുകയാണ്. തുടർന്ന് ഇതര സൃഷ്ടികളുമായുള്ള പൊരുത്തം ശിഥിലമായി എന്ന് പറയുമ്പം മനുഷ്യനെ ഒഴിച്ച് ബാക്കി സൃഷ്ടികളുടെ മേഖല അവിടെ പൊരുത്തക്കേട് വന്നു. അതിനകത്ത് ജീവനുള്ളതും അല്ലാത്തതുമായ പ്രപഞ്ചം മുഴുവനുമായിട്ടുള്ള അകൽച്ച വന്നു. സൃഷ്ടപ്രപഞ്ചം മനുഷ്യന് അന്യവും വിരുദ്ധവുമായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രപഞ്ചമാകെ എതിരോടായി. അതിൻ്റെ അനുഭവമാണ് നമ്മൾ മുള്ളുകളും മുൾച്ചെടികളും ഈ പ്രപഞ്ചം നിനക്കെതിരെ പുറപ്പെടുവിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15, 16, 17, 18 വാക്യങ്ങളിൽ പാപത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ദൈവം തന്നെ പങ്കുവെക്കുന്നതായിട്ട് നമ്മൾ വായിക്കുമ്പം നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചം എതിരാകുന്നു. മുള്ളുകളും മുൾച്ചെടികളും നീ അധ്വാനിച്ച് നെറ്റിയിലെ വേർപ്പ് ഒഴുക്കി ക്ലേശപ്പെട്ട് കഷ്ടപ്പെട്ട് വേണം ഇവിടുന്ന് നിനക്ക് കാലയാപനം ചെയ്യാനുള്ള ഭക്ഷണം പോലും ഉണ്ടാക്കാൻ. അങ്ങനെ പ്രകൃതി മുഴുവൻ വിരുദ്ധമായി എതിരോടായി പ്രകൃതിയിലെ മറ്റു മൃഗങ്ങളെല്ലാം അതുവരെ സ്നേഹത്തോടെ ചേർന്ന് ഒപ്പം നിന്നിരുന്ന മനുഷ്യൻ്റെ പക്കൽ എല്ലാ മൃഗങ്ങളും വന്നു. മനുഷ്യൻ പേരിട്ട് അവയെല്ലാം അവയ്ക്ക് പേരായി മാറി എന്നൊക്കെ പറഞ്ഞ് ആരംഭിച്ചിരുന്ന ഈ മൃഗലോകവുമായുള്ള വലിയൊരു അടുപ്പത്തിൻ്റെ രംഗം അതും അന്യമായിപ്പോയി. അനേക മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം മനുഷ്യർക്ക് എതിരോടായി മനുഷ്യനെ ആക്രമിക്കുന്നവരായിട്ട് മാറി, മനുഷ്യൻ നശിപ്പിക്കുന്നവരായിട്ട് മാറാൻ തുടങ്ങി. അസിസി പുണ്യാൻ്റെയൊക്കെ ജീവിതത്തിൽ ചെന്നായി കൊലയാളിയായ മനുഷ്യ നരഭോജിയായ ചെന്നായയുടെ അനുഭവം നമുക്കറിയാം. അസിസി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അത് ഒരു കുഞ്ഞാടിനെ പോലെ ശാന്തനായി. എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയുടെ ആദ്യ അവസ്ഥയിലുണ്ടായിരുന്ന ഈ സൃഷ്ടലോകം മനുഷ്യരുമായിട്ട് ചേർന്ന് പോന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥയിലേക്ക് ചെന്നായി വന്നു. അസിസി പുണ്യവാന് ദൈവരാജ്യം നിറഞ്ഞു നിന്നപ്പോൾ ആ അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ സൂചന എവിടെയുണ്ട്. അപ്പോൾ ഈ സൃഷ്ടപ്രപഞ്ചമാകെ ഇങ്ങനെ ഒരു ജീവജാലങ്ങളും മണ്ണുപോലും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യനിമിത്തം സൃഷ്ടപ്രപഞ്ചം ജീർണതയുടെ അടിമത്തത്തിന് വിധേയമായി. സൃഷ്ടപ്രപഞ്ചം പോലും മണ്ണ് പോലും അഴുക്കുള്ളതായിട്ട് വന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ 17-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ പറയുന്നുണ്ട്, അരുതെന്ന് പറഞ്ഞ കാര്യം നീ സ്ത്രീയുടെ വാക്ക് കേട്ട് ലംഘിച്ച് പ്രവർത്തിച്ചുകൊണ്ട് പഴം തിന്നതുകൊണ്ട്
നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായി. മണ്ണ് ശാപമേറ്റു. അതിനു മുമ്പ് ദൈവം സൃഷ്ടിയുടെ ഓരോ ഘട്ടത്തിലും പറയുന്നതായിട്ട് നമ്മൾ ആവർത്തിച്ച വചനത്തിൽ വായിക്കുന്ന ഒരു കമൻറ്റ് നമുക്കറിയാം. നന്നായിരിക്കുന്നു, 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 നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തമ്പുരാൻ സൃഷ്ടിയുടെ ഓരോ സ്റ്റേജും പൂർത്തീകരിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു. അവസാനം പറയുന്നുണ്ട് ഉൽപ്പത്തി 2 അവസാന വാക്യങ്ങളിൽ താൻ സൃഷ്ടിച്ചത് എല്ലാം നന്നായിരിക്കുന്ന ദൈവം കണ്ടു. പക്ഷെ അതേ മണ്ണിനെ നോക്കി ഒറ്റ പാവം ഉണ്ടായി കഴിഞ്ഞപ്പം സാത്താൻ്റെ പ്രവൃത്തിക്ക് മനുഷ്യൻ വിധേയപ്പെട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നീ മൂലം, ഈ പ്രവൃത്തി ചെയ്തതും മൂലം ശാപം ഈ മണ്ണിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ പിന്നോട്ട് വചനത്തിൽ കൂടെ വരുമ്പോൾ കാണാം, യേശയ്യൊക്കെ പറയുന്നുണ്ട്, മനുഷ്യൻ മൂലം, നിവാസികൾ മൂലം ശാപം ഭൂമിയെ വിഴുങ്ങുന്നു. ശാപത്തിൽ വിഴുങ്ങി കുതിർന്ന് ഈ മണ്ണ് പ്രപഞ്ചമാകെ വാടിക്കൊഴിയുന്നു, ഭൂവാസികൾ ദഹിച്ചു തീരുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. യേശയ്യായുടെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 4, 5, 6 ഒക്കെ വാക്യങ്ങളിൽ അങ്ങനെ ഭൂവാസികൾ. അത് നമുക്ക് വീണ്ടും റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തലൻ പറയുന്നത് കാണാം. 19, 20 ഒക്കെ വാക്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഈ പ്രപഞ്ചം ഭൂതലമാകെ ഇങ്ങനെ വാടിക്കൊഴിഞ്ഞ് ഈറ്റുനോവ് അനുഭവിച്ച് ജീർണതയുടെ അടിമത്തത്തിൽപ്പെട്ട് വിഷമിക്കുകയാണ്. അത് അടിമത്തത്തിലാണ്. അത് പ്രത്യാശ കൊടുത്ത് അതിനെ ഏറ്റെടുത്ത് മനുഷ്യൻ്റെ ഇഷ്ടം പോലെ സംഭവിച്ചാണ്. ഇത് സ്വമേധയാ പോയി സൃഷ്ടപ്രപഞ്ചം ജനതപ്പെട്ടതല്ല. അപ്പോൾ ദൈവമക്കൾ വെളിപ്പെടാൻ വേണ്ടി സൃഷ്ടപ്രപഞ്ചം ആകാംക്ഷയോടെ ഈറ്റുന്നനുഭവിച്ച് കാത്തിരിക്കുമെന്ന് പറഞ്ഞ് പൗലോസ് ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ആ പറയുന്ന വാക്കുകൾ അല്പം ഗഹനമായ പ്രതിപാദന രീതിയിലാണ് പങ്കുവെക്കുന്നതെങ്കിൽ പോലും നമുക്ക് അതേപ്പറ്റി വിശദമായിട്ട് വലിയ സെഷനുകൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രപഞ്ചത്തിനാകെ ഒരു ശാപത്തിൻ്റെ അവസ്ഥ, ജീർണതയുടെ അവസ്ഥ, ഒരു പൈശാചിക അടിമത്തത്തിൻ്റെ അവസ്ഥ വന്ന് പിശാചിന് അവകാശം കിട്ടിയ അവസ്ഥ പോലും മണ്ണിന് വരുന്ന അവസ്ഥ. ഇതുകൊണ്ടാണ് സഭയിൽ ആദ്യ നാളുകൾ മുതൽ വീട് വെഞ്ചരിപ്പുകൾ, വസ്തുക്കൾ വെഞ്ചരിക്കുന്ന രീതിയൊക്കെ വന്നത്. ഈശോ അപ്പസ്തലന്മാരെ അയക്കുമ്പോൾ മർക്കോസ് സുവിശേഷകൻ അത് ഈശോയുടെ കൽപ്പന അപ്പസ്തലന്മാർക്ക് ദൗത്യം ഏൽപ്പിക്കുന്ന ഭാഗം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ. 15-ാം വാക്യം മർക്കോസ് 16 അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എല്ലാ മനുഷ്യരോടും എന്നല്ല എടുത്ത് പറയുന്നത്, എല്ലാ സൃഷ്ടികളോടും. എല്ലാ സൃഷ്ടികൾക്കും സുവിശേഷം ആവശ്യമുണ്ട്. പക്ഷെ മനുഷ്യന് മാത്രമാണ് വിശ്വസിച്ച് രക്ഷയിലേക്ക് വരാൻ പറ്റുക. പക്ഷെ മനുഷ്യൻ വിശ്വസിച്ച് സുവിശേഷം സ്വീകരിച്ച് രക്ഷയിലേക്ക് വരുമ്പം മനുഷ്യൻ വഴി മനുഷ്യൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സൃഷ്ടപ്രപഞ്ചവും രക്ഷയിലേക്ക് വരും, വിടുതലിലേക്ക് വരും, അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് വരും എന്നാണ് അവിടെ സൂചന വരുന്നത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ദൗത്യ നിർവഹണത്തെപ്പറ്റി പറയുമ്പോൾ കൊളോസസ് ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്, ഞാനതിന് സാക്ഷിയാണ് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. കൊളോസസ് ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. ആകാശത്തിന് കീഴിലുള്ള സമസ്ത സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് പോലും പലപ്പോഴും ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്. എത്രയോ അവസരങ്ങളിൽ പള്ളികളിലൊക്കെ അച്ഛന്മാരുടെ പക്കൽ ആൾക്കാർ വന്നിട്ട് ഇച്ചിരി ഉപ്പ് വെഞ്ചരിച്ച് തരാവോ, ഒരു കയറ് വെഞ്ചരിച്ച് തരാവോ എന്ന് പറഞ്ഞുകൊണ്ട് വെഞ്ചരിപ്പിക്കുന്നു, അതുകൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ പശു അല്ലെങ്കിൽ ആട് വളർത്തുമൃഗങ്ങളൊക്കെ വല്ലാത്ത അവസ്ഥ ഞെരുങ്ങിയും വെള്ളം കുടിക്കാതെയും പാല് കറുപ്പിക്കാതെയും തീറ്റയെടുക്കാതെയും ഒക്കെ കിടക്കുന്ന അവസ്ഥയിൽ നിന്നും അല്പം പ്രാർത്ഥന കൊടുത്തു കഴിയുമ്പം പെട്ടെന്ന് മാറ്റമുണ്ടായി, ഫ്രഷാകുന്നു, ആരോഗ്യത്തിലേക്ക് ഉണർവയ്ക്കും വരുന്നു, കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു. എന്തുമാത്രം സംഭവങ്ങൾ അങ്ങനെയുണ്ട്. അത് ജീവജാലങ്ങളുടെ മേഖല അങ്ങനെ. അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പക്ഷെ അവർക്ക് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ സ്പർശനം ആവശ്യമുണ്ട്. മനുഷ്യന് വഴി ദൈവത്തിൻ്റെ സ്പർശനം ആവശ്യമുണ്ട്. കാരണം അവരിലേക്ക് തിന്മ വന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവനില്ലാത്ത അചേതന വസ്തുക്കൾ, മണ്ണും കല്ലും പോലും നമ്മൾ സൂചിപ്പിച്ചു, വീടുകളൊക്കെ വെഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ്. വീട് വെഞ്ചരിക്കുമ്പം വീട് വെഞ്ചരിക്കുന്ന അച്ഛന് വീടിനകം മുറികൾ, വരാന്ത, മുറ്റം, പരിസരം, കിണർ, വെള്ളം, തൊഴുത്ത് എല്ലാം പോയി വെഞ്ചരിക്കും. അങ്ങനെയുള്ള വെഞ്ചരിപ്പിൻ്റെ ക്രമങ്ങൾ തന്നെ വെള്ളം വെഞ്ചരിക്കുന്ന വിശുദ്ധ ജലം, ഉപ്പ് വെഞ്ചരിക്കുന്ന പ്രത്യേക കർമ്മങ്ങൾ, അങ്ങനെയെല്ലാം നമുക്ക് സഭയുടെ പാരമ്പര്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഈ നരകരാജ്യത്തിൻ്റെ സാന്നിധ്യ സ്വാധീനങ്ങൾ കയറി കിടക്കുന്നതായിട്ട് സഭയുടെ മതബോധന ഗ്രന്ഥം ചൂണ്ടിക്കാണിക്കുന്നതായ 4 മേഖലകൾ ഞാൻ പെട്ടെന്ന് സൂചിപ്പിക്കുകയായിരുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ മേഖല, ഒരു വ്യക്തിയുടെ ആന്തരിക മേഖല,
പരസ്പര ബന്ധങ്ങളുടെ മേഖല മനുഷ്യൻ്റേത്, ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനുമായുള്ള മേഖല. ഈ 4 മേഖലകളിലേക്ക് നമുക്ക് ഇനി വരും സെഷനുകൾ ഒന്നൊന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് അവിടെയെല്ലാം ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള വചനവാഗ്ദാനം നമുക്ക് അനുഭാഗത്ത് കയറി നീങ്ങുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.